ഇന്ന് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം തലമുറയും വിവാഹപ്രായമെത്തിയ മുസ്ലിം പെൺകുട്ടികളും യുവാക്കളും അവർക്ക് ചെറുപ്പകാലത്തിൽ മതപരമായി പഠിപ്പിച്ചു കൊടുത്ത ദാമ്പത്തിക ജീവിതത്തെക്കുറിച്ചുള്ള അറിവുണ്ട്. മാതാപിതാക്കളോടുള്ള അനുസരണ, അവരാദരിക്കേണ്ട അറിവുകളുണ്ട്. സ്വയം സമൂഹത്തിൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്. ഇതെല്ലാമാണോ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതൊക്കെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടെ പിന്നെ ആധുനിക വിദ്യാഭ്യാസത്തിലേക്ക് കടന്നതോടുകൂടി എല്ലാം വലിച്ചെറിയപ്പെട്ട് പിന്നെ ലോകത്തിൽ കാണുന്ന എല്ലാ കാഴ്ചകളും മറ്റു ജനങ്ങൾ ചെയ്യുന്ന അവരുടെ എല്ലാ ആക്ടിവിറ്റീസും ഇവർ സ്വയം ഏറ്റെടുക്കുകയും സത്യം പറഞ്ഞ പേര് മാത്രം മുസ്ലിമായി നിലനിന്ന് ബാക്കി എന്തെല്ലാം പഠിച്ച് അവർ ഏതെല്ലാം ഫോളോ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ഒഴിവാക്കി ഒരു വൃത്തികെട്ടവനായി മാറുകയാണ് ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ സ്വയമായ ജീവിതത്തെക്കുറിച്ചോ ഒരു കാഴ്ചപ്പാടും ഇല്ലാത്തവരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയിലെ സ്ത്രീ പുരുഷന്മാർ, മുസ്ലിങ്ങൾ. എന്നാൽ വിവാഹപ്രായമെത്തിയിട്ടുള്ള സ്ത്രീകളും ആ പുരുഷന്മാരുടെയും അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നതിന് മുൻപ് അവളെ കാണുവാനുള്ള അവസരവും അവന് ഇഷ്ടപ്പെട്ട നിറമാണോ, ഇഷ്ടപ്പെട്ട സൗന്ദര്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തി അവനിഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. അവരെ വീട്ടുകാരെക്കുറിച്ച് പഠിക്കാനാണ് കുടുംബമിത്രാദികളിൽ നിന്ന് ആരെങ്കിലും അവരെ വീടിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അവർക്കതും മനസ്സിലാക്കാം. പെൺകുട്ടിയെ കൂടുതൽ അടുത്തറിയാനാണ് സ്വന്തം സഹോദരിമാരോ കുടുംബത്തിലെ മറ്റു സ്ത്രീകളോ ഈ പെണ്ണ് കാണൽ ചടങ്ങിലോ പെണ്ണ് കണ്ടതിന് ശേഷം അവരുടെ വീട്ടിലേക്ക് പലഹാരങ്ങളായോ ആഭരണങ്ങളായോ പോകുന്നത്. ഇങ്ങനെയെല്ലാം ഒരു പെൺകുട്ടിയെ ഒരു മുസൽമാൻ തിരഞ്ഞെടുക്കുന്നതും കല്യാണം കഴിക്കുന്നതും. ആ പെൺകുട്ടി എത്രയോ സുഖലോൽമമായ ലാളനയിലും സ്നേഹത്തിലും സന്തോഷത്തിലുമായിരിക്കും ഒരു മാതാപിതാക്കൾ വളർത്തിക്കൊണ്ടുവന്ന് കാണുക. ആ പെൺകുട്ടിനെ പെണ്ണ് കാണുമ്പോൾ വേണ്ടതെല്ലാം കണ്ടും മനസ്സിലാക്കിയും ഇഷ്ടപ്പെട്ട് ഇനി അതിനൊരു അഭിപ്രായം പറയാനില്ലാത്തൊരവസ്ഥ എത്തുമ്പോൾ മാത്രമേ വിവാഹം തന്നെ ആവശ്യമുള്ളൂ. എന്നാൽ ഇന്നത്തെ മുസ്ലിം തലമുറ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയെ മണിയറയിൽ കൊണ്ടുവന്ന് മാതാപിതാക്കളെല്ലാം വാഗ്ദാനങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലീകരിച്ച രീതിയിലാക്കിയതിന് ശേഷം അവൾ വീട്ടിൽ വന്ന് കയറിക്കഴിയുമ്പോൾ നിറം പോരാ, കറുത്തവളാണ്, വെയിൽ കൊള്ളരുത്, നീ +2 പഠിക്കുമ്പോൾ നല്ല വെളുപ്പായിരുന്നല്ലോ എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് സ്വപ്നങ്ങളുമായി ഒരുപാട് സ്നേഹവും സന്തോഷവും എല്ലാമായി കടന്നു വന്നൊരു പെൺകുട്ടിയോട് സ്വന്തം ഭർത്താവ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അവരുടെ കുടുംബമിത്രാദികൾ പറഞ്ഞാൽ തൂങ്ങിച്ചാവുകയുള്ളൂ. അതുകൊണ്ട് ഈ വിവാഹ സദസ്സിന് മുൻപ് ഒരു 10 ദിവസം ശരിക്കും പണ്ഡിതന്മാർ